Hey guys, Assalamualaikum. Welcome to iFirst Smart Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറി റെസിപ്പിയുമായിട്ടാണ്. ഇത് ചിക്പി ടിക്ക മസാല. ഇത് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു കറി റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു കുക്കറിലേക്ക് 1 കപ്പ് ചിക്പീ സോക്ക് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ടർമറിക്, സോൾട്ട്, വെള്ളം ചേർത്ത് ഇതിനെ ബോയിലാക്കി എടുക്കണം. ഇനി നമുക്ക് ചിക്ക് പീസിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1/2 കപ്പ് യോഗർട്ട്, ഇതിലേക്ക് 2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 3 to 4 ടീസ്പൂൺ ചില്ലി പൗഡർ, 3 to 4 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, 3 ടീസ്പൂൺ കസൂരി മേത്തി. ഇനി ഇതിലേക്ക് ടർമറിക്കും സോൾട്ടും ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാൻ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്ക് പീസ് റെഡിയായതിനു ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ യോഗർട്ട് മിക്സ് ചെയ്തതിൽ ഒരു 1/2 പോർഷൻ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 hour മൂടി വെക്കാം. ഇനി നമുക്കൊരു ബ്ലെൻഡറിലേക്ക് 2 ടൊമാറ്റോ, ഒരു 1/2 ജിഞ്ചർ, 6 to 7 ക്ലോവ്സ് ഓഫ് ഗാർലിക്, ഒരു ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ഇത് നല്ലപോലെ ബ്ലെൻഡായിട്ടുണ്ട്. നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ബ്ലെൻഡറിലേക്ക് സോക്ഡ് 1/4 കപ്പ് ആൽമണ്ട് അല്ലെങ്കിൽ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതൊരു ക്രഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് പേസ്റ്റാക്കി എടുക്കണം. സോസ് പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് നമുക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ചിക്ക് പീസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു സോസ് പാന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ നേരത്തെ ചെയ്ത ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊരു റോ സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഏകദേശം റോ സ്മെല്ലെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് യോഗർട്ട് മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്ക് പീസ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കാഷ്യൂ അല്ലെങ്കിൽ ആൽമണ്ട് പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് 1 സ്പൂൺ ഷുഗർ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ്സ് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഇതിനെ ബോയിൽ ചെയ്യാൻ വെക്കണം. ഏകദേശം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീവ്സ്, കസൂരി മേത്തി ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ചിക്ക് പീസ് ടിക്ക മസാല ചെയ്യുന്നത്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് പൊറോട്ട, നാൻ, ചപ്പാത്തി, പൂരിനൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനുള്ളൊരു കറി റെസിപ്പിയാണിത്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയണം. അതുമാണെങ്കിൽ നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.